ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന 4 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. ആൻഡ് ഈ മാസം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് എന്ന് പറയാം. കഴിഞ്ഞ മാസം നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടായിരുന്നു. അതിൽ മഹീന്ദ്ര ഇറക്കിയ വണ്ടികൾ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയി ഇറങ്ങിയ സമയത്ത്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ആദ്യം തന്നെ വരാൻ പോകുന്നത് സ്കോഡയുടെ പുതിയ കൈലാക്കാണ്. ഈ വാഹനത്തിൻ്റെ ബുക്കിങ്ങും അതുപോലെ തന്നെ ബാക്കി ഫൈനൽ പ്രൈസ് ലിസ്റ്റും എല്ലാം തന്നെ ഈ വരുന്ന ഡിസംബർ 2 തീയതിയാണ് അവർ പുറത്തു വിടാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആകെപ്പാടെ ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് 7.95 lakhs എന്ന് പറഞ്ഞ ആ ഒരു അത് 7.89 lakhs എന്ന് പറഞ്ഞ ആ ഒരു പ്രൈസ് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ബാക്കി ഇതിന് ഇനിയും വേരിയൻസ് ഉണ്ട്. പക്ഷേ ആ വേരിയൻസിനൊന്നും പ്രൈസ് അറിയില്ല. അതുപോലെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് അറിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസംബർ 2 നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ബുക്കിംഗ് നിങ്ങൾക്ക് എന്തായാലും 2 തീയതി പോലെ ചെയ്യാൻ പറ്റും. ജാനുവരി മുതലായിരിക്കും ഈ വാഹനത്തിന് ഡെലിവറി, അതായത് ജാനുവരി തീരാനാകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഡെലിവറി അവർ കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഇനീഷ്യലി ലോഞ്ചിൻ്റെ സമയത്തൊക്കെ, അതായത് അവർ അൺവെയിൽ ചെയ്ത സമയത്തൊക്കെ ഇനീഷ്യലി ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുകൊണ്ട് ഒരു ഹൈപ്പ് ഈ വാഹനത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കോഡ ഇതുവരെ ഇറക്കാത്ത രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് സ്ട്രാറ്റജിയിൽ വന്ന വണ്ടിയും കൂടി ആയതുകൊണ്ട് സക്സസ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈവൻ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവർ ഈ ഒരു സെഗ്മെൻറ്റിൽ അധികം കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. നമ്മളിപ്പോൾ കുഷാക്കൻ ടൈഗണൊക്കെ നോക്കുകയാണെങ്കിൽ ആ സെഗ്മെൻറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണെന്ന് പറയാം. പക്ഷേ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഓൾമോസ്റ്റ് കുഷാക്കൻ ടൈഗണൊക്കെ ഓഫർ ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10 inches ഇൻഫോടൈം സിസ്റ്റം ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതൊന്നും അല്ലാതെ ഇലക്ട്രിക് സൺറൂഫ്, ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ തുടങ്ങിയ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. എഞ്ചിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 1 ലിറ്റർ TSI ആണ് നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നത്. അതായത് 115 PS പവറും 178 Nm ടോർക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7.89 lakhs മുതലാണ്. സാധാരണ കമ്പനികൾക്ക് ആ പ്രൈസ് പോയിന്റിൽ എണ്ണ എഞ്ചിനാണ് കൊടുക്കാറുള്ളത്. 1.2 എണ്ണ എഞ്ചിനാണ് സാധാരണ ഹെഡ്ലൈൻ വരുന്നത്. ഇനി ഇതല്ലെങ്കിൽ MPFA ടർബോ എഞ്ചിനൊക്കെയാണ് നമ്മുടെ ടാറ്റ മഹീന്ദ്രയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഡയറക്റ്റ് GDI എഞ്ചിൻ തന്നെയാണ് ബേസ് മോഡൽ പോലെ കൊടുത്തിരിക്കുന്നത്. ബാക്കി കമ്പനികളിലൊക്കെ GDI എഞ്ചിൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടികളിലൊക്കെ എഞ്ചിൻസ് ആണെങ്കിൽ ഭയങ്കര വീക്കുമാണ്. പക്ഷേ സ്കോഡ എന്തായാലും അങ്ങനെയൊന്നുമല്ല, നല്ലൊരു രീതിയിൽ തന്നെ ഒരു പ്രൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നതും 6 ടോക്കൺ കൺവെർട്ടർ ആണ്. DSG ഒന്നും അല്ലാത്തതുകൊണ്ട് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല. ടോക്കൺ കൺവെർട്ടർ അത്യാവശ്യം നല്ല റിലയബിൾ ട്രാൻസ്മിഷൻ ആണ് ഇവരുടെ. ഈവൻ 1 ലിറ്റർ TSI ആണെങ്കിൽ പോലും അത്യാവശ്യം റിലയബിൾ ആണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ലോഞ്ചിൻ്റെ ആ ഇനീഷ്യലി സമയത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഇതൊക്കെയാണ് കൈലാക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഈ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം നമ്മുടെ ഹോണ്ട അമേസ് ആണ്. ഇതിൻ്റെ 3rd ജനറേഷൻ മോഡലാണ് ഇനി വരുന്ന ഡിസംബർ 4 തീയതി ലോഞ്ച് ആകാൻ പോകുന്നത്. ഇതിൻ്റെ സ്പൈ ഷോട്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് സ്പൈ ഷോട്ട്സ് കണ്ടതിൽ ആൾക്കാർ അത്രയധികം ഇമ്പ്രസ്ഡ് അല്ലായിരുന്നു. ഈവൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സിറ്റിയും അതുപോലെ എലിവേറ്ററും എടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എലിവേറ്റർ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഗ്രില്ല് ഭയങ്കര വലുപ്പമുള്ള ഗ്രില്ലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എലിവേറ്ററായിട്ട് സിമിലറായിട്ട് തോന്നും. സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു മിനി സിറ്റി പോലെ തോന്നും. അതുപോലെ പുതിയ 15 inch അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. വാർവിയംസ് എല്ലാം നമ്മൾ സിറ്റിയിൽ കിട്ടുന്ന സെയിം സാധനമാണ്. ആക്ച്വലി ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇതിന് മുന്നത്തെ അമേസിൻ്റെ മാറിയിട്ട് പുതിയ ജനറേഷൻ സിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോഴും നമുക്ക് റിയറിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു മിനി സിറ്റി പോലെ തോന്നുന്ന രീതിയിലുള്ള വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടെയിൽ ലാംപ്സ് സെയിം സിറ്റിയുടെ അതേ ടെയിൽ ലാംപ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ പോലും അവർ അതിനകത്ത് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഇത്തിരി ആഫ്റ്റർ തോട്ട് പോലെ ആ ടെയിൽ ലാംപ്സ് തോന്നുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എവിടെ ആരും എടുത്ത് ഒട്ടിച്ച് വെച്ച പോലെ നമുക്ക് പെട്ടെന്ന് ടെയിൽ ലാംപ്സ് കണ്ടു കഴിഞ്ഞാൽ തോന്നും. പിന്നെ ഈ വണ്ടി സബ്ഫോമീറ്റർ ആയതുകൊണ്ട് തന്നെ സിറ്റിയുടെ പ്ലാറ്റ്ഫോം എടുത്ത് വെട്ടിക്കുറച്ച ആ ഒരു ഫീൽ ചെറുതായിട്ട് ഈ സ്പൈ ഷോട്ട്സിൽ വരുന്നുണ്ട്. എന്തായാലും സ്പൈ ഷോട്ട്സിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് ചെയ്യണ്ട. കാരണം വണ്ടി എന്തായാലും ഡിസംബർ 4 തീയതി ഇറങ്ങും. ആ സമയത്ത് നമുക്ക് കറക്റ്റ് എന്താണ് വണ്ടിയുടെ ലുക്ക് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയർ എന്തായാലും വലിയ കുഴപ്പമില്ല. ഡുവൽ ടോൺ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം എലിവേറ്റിൽ വരുന്ന പോലത്തെ സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഫീച്ചേഴ്സും സെയിം ആണ്. വയർലെസ് ചാർജർ, 10.1 inches ഇൻഫോടൈം സിസ്റ്റം, അതുപോലെ ഹോണ്ടയുടെ ലൈൻ വാഷ് ക്യാമറ, ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂസ് കൺട്രോൾ, പിന്നെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈവൻ ബാക്കി എഞ്ചിൻ എടുക്കുകയാണെങ്കിലും 1.2 ലിറ്റർ IVTEC പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. CVT ഓട്ടോമാറ്റിക്കും 5 സ്പീഡ് മാനുവലാണ് നേരത്തെ കൊടുത്തിരുന്നത്. അതിന് തമ്മിൽ വ്യത്യാസമില്ല. ഈ വാഹനത്തിൽ ആകെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ADAS ലെവൽ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടിയിലും ഇല്ല. സോ അതെന്തായാലും ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ പറയാനില്ല. ഡിസൈറിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഡിസൈനും പുതിയ വന്ന വണ്ടിയുടെ അത്യാവശ്യം പ്രൊപ്പോർഷനേറ്റ് ആണ് ഈ പുതിയ അമേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എനിവേ ഇതാണ് അമേസിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പക്ഷേ നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം
വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന പുതിയ ജനറേഷൻ ക്യാമറയാണ്. ഈ വണ്ടിയുടെ പഴയ ജനറേഷൻ ഫേസ് ലിഫ്റ്റ് 2020 വന്നായിരുന്നു നമുക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ടൊയോട്ട ഈ വരുന്ന ഡിസംബർ 11 ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡലും ഇവിടെ അവതരിപ്പിക്കാൻ പോവാണ്. ആൻഡ് കാണാനൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന മോഡലും വലിയ കുഴപ്പമില്ല, പക്ഷേ അതൊരു പഴയ ജനറേഷൻ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡിസൈൻ നമുക്ക് എക്സ്റ്റീരിയറിൽ ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. അതിൻ്റെ ഇൻറ്റീരിയർ പിന്നെ വലിയ കുഴപ്പമില്ലെങ്കിലും ഈ വണ്ടി നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനിലേക്ക് ക്യാമറയുടെ ഒരു രൂപകൽപ്പന മാറിയിട്ടുണ്ട് എന്ന് പറയും. ഇതിന് മുന്നേ ക്യാമറയൊന്നും അങ്ങനെ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു രൂപകൽപ്പനയ്ക്ക് വേണ്ടി അറിയപ്പെടുന്ന വണ്ടിയല്ലായിരുന്നു. ഇപ്പോഴും ഇതിനകത്ത് ഹൈബ്രിഡ് പവർ ട്രെയിൻ തന്നെയാണ് വരുന്നത്. ടൊയോട്ടയുടെ TNGA-K സീരീസ് പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. 2.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ 221 PS പവർ ഈ വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ക്യാമറ അത്യാവശ്യം ഫാസ്റ്റ് ആയിരുന്നു. പവറിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എക്സ്റ്റീരിയർ ചേഞ്ചസ് പക്ഷേ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്യാമറ പോലൊക്കെ തന്നെ തോന്നുള്ളൂ. ഇൻറ്റീരിയർ പക്ഷേ അങ്ങനെയല്ല, കാര്യമായിട്ടുള്ള ചേഞ്ചസ് തന്നെ ഇതിൻ്റെ അകത്ത് അവർ വരുത്തിയിട്ടുണ്ട് എന്ന് പറയും. നമുക്ക് നേരത്തെ ഒരു ഇത്തിരി എന്താ പറയുക കംഫർട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്ലഷ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സിലൊക്കെയാണ് അവർ പോയിരിക്കുന്നത്. ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇന്ത്യയിൽ എന്തായാലും നമുക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും വരുന്നത്. 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻസാണ് ഇതിന് ടോപ്പ് ആൻഡ് വേരിയൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 10 ഇഞ്ചസ് സൈസ് വരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ പാനോറാമിക് സെൻറ്റർ ഓഫ് വെന്റിലേറ്റഡ് സീറ്റ്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ക്യാമറയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിന് മുന്നേ ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്തും ഇല്ല. പിന്നെ റെഡ് ഇൻറ്റീരിയർ നമുക്ക് ഇന്ത്യയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കിട്ടുന്ന ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും. മിക്കവാറും ബ്ലാക്ക് ആൻഡ് ബേജ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഈ വണ്ടി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇനി അടുത്ത നമ്മുടെ ഈ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം, പക്ഷേ ഒരു ചെറിയ വാഹനമല്ല. ചെറിയ വാഹനമല്ല ഇൻ ദ സെൻസ് ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു ഗംഭീര പ്രൊഡക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്യാൻ പോകുന്ന വാഹനമാണിത്. കിയയുടെ സെറോസ് എന്ന് പറയുന്ന പുതിയ SUV ആണ്. ഈ വാഹനം പറഞ്ഞു വരുമ്പം സെൽട്ടോസിൻ്റെയും സോണറ്റിൻ്റെ ഇടയിലായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു രീതിയിൽ ചിലപ്പോൾ കിയയുടെ തന്നെ വണ്ടികളെ കാനിബലൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ സോണറ്റ് പോലെ അത്രയും ചെറിയൊരു വണ്ടി വേണ്ട, അതുപോലെ സെൽട്ടോസിന് അത്രയും ബഡ്ജറ്റില്ല, എന്നാൽ ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കിയയുടെ ഈ പുതിയ SUV. കാരണം ഇതിനെന്തായാലും സോണറ്റിൻ്റെ മുകളിലായിരിക്കും പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുമാത്രമല്ല കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് അവരിതിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും വണ്ടിയുടെ കേസിലേക്ക് വരുമ്പം ഡിസൈൻ അത്യാവശ്യം റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ചാണ് അവർ വരുത്തിയിരിക്കുന്നത്. നമുക്ക് ടോപ്പ് പോർഷൻ ഇതിൽ ലൈറ്റേ വരുന്നില്ല. മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പും അതുപോലെ എല്ലാ ലൈറ്റ്സും DRLസും സാധനങ്ങളെല്ലാം താഴത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടി ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അതുപോലെ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും വിൻഡോസിൻ്റെ ഒക്കെ ഒരു പ്ലേസ്മെൻറ്റ് നടുവിൽ വരുന്നൊരു കട്ടൗട്ടും എല്ലാം അത്യാവശ്യം നല്ല വ്യത്യസ്തമാണ്. ഈവൻ റിയർ ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് കുറേ കാലത്തിന് ശേഷം മുകളിൽ കൂടെ ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പിൻ്റെ അറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴത്ത് മെയിൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയാണ് ഇതിനകത്ത് മുകളിൽ വേറെ എല്ലോ പോലത്തെ ലൈറ്റ് വരുന്നത്, അതായത് L ഷേപ്പ് ലൈറ്റ്സ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ്. നമുക്ക് സോണറ്റിൽ കിട്ടുന്ന 1.2 NA പെട്രോൾ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. അതിന് പകരം 2 എഞ്ചിൻസാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത ഓട്ടോക്കാരെന്ന് റിപ്പോർട്ട് ചെയ്തനുസരിച്ച് വരാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ സോണറ്റിലുള്ള സെയിം 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. GDI എഞ്ചിനാണ്. 120 PS പവറും അതുപോലെ തന്നെ 172 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോണറ്റിൽ നമുക്ക് DC-to ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വരുന്നത്. IMT ഉണ്ടായിരുന്നു, മാനുവൽ ഇല്ല. പക്ഷേ എന്തായാലും ഈ വാഹനത്തിന് മിക്കവാറും നമുക്ക് മാനുവലും DC-to ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതല്ലാതെ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. എഗെയിൻ നമ്മൾ സോണറ്റിലും സെൽട്ടോസിലും ഒക്കെ കാണുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ അകത്തും ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലും കിയ കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിലും ഇതൊക്കെ തന്നെയാണ് അവർ ഓഫർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ എന്തായാലും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ ഹ്യുണ്ടായുടെ ഗ്രൂപ്പിലുള്ള 1.5 TGDI ഉണ്ട്. അത് പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു ഇത്തിരി ഓവർക്കിലായിരിക്കും ഇതിൽ കൊടുത്ത 160 bhp ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് 1.2 തന്നെ. അതിപ്പോൾ എന്തായാലും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം സോണറ്റിന് മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. സോണറ്റിന് തന്നെ ബേസിക് വേരിയൻസിൽ മാത്രമേ അവരെ 1.2 തന്നെ കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ എടുക്കുന്നത് അതാണ് എങ്കിൽ പോലും ശരിക്കും വളരെ ഒരു ആവറേജ് ആയിട്ടുള്ള എഞ്ചിനാണത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വരുന്ന ഡിസംബർ 19 അറിയാൻ സാധിക്കും. ഇതിൻ്റെ റിവ്യൂ അപ്പോഴാണ്, ജാനുവരിയിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 4 പുതിയ വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.